ഞങ്ങളിപ്പോ വഴിതിരിച്ച് മാറി നടക്കുന്നത് ട്രൈബൽസിന്റെ ഇടത്തേക്ക് പോകാനായിട്ട്. കയ്യെ പിടിച്ചോടാ, ഇറങ്ങി താഴോട്ട് പോകണ്ട. ഓക്കെ, ഈ വഴി കണ്ടോ, ഇങ്ങനെ കുത്തനെ കിടക്കുന്ന വഴി കൂടിയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. ആഞ്ഞിലി ചക്ക വല്ല വിരോധം ഉണ്ടോ സന്ധ്യ? സിന്ധിയോ? ഭാഷയൊക്കെ വിളിയൊക്കെ പേരൊക്കെ മാറി. സിന്ധു സിന്ധിയായി. ഓക്കെ ഓക്കെ, ഇറങ്ങി വരുന്നുണ്ടോ? താഴോട്ട് വന്ന് പിടിക്കുന്നതായിരിക്കും നല്ലത്. പിടിക്കണ ഞാൻ വന്ന് മിനി താഴെ അങ്ങോട്ട് പോയി പിടിക്ക്. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. താഴെ ഇറങ്ങിട്ട് തന്നെ പിന്നെ മുകളിലോട്ട് കയറുന്നേ. ഞാൻ ഈ കയ്യിലോട്ട് മാറി. കല്യാണം വെച്ചുകൊണ്ടാണ് അഗ്നിസാക്ഷിയായിട്ട് കൈപിടിച്ചുകൊണ്ടോ? അതല്ലേ, അഗ്നിസാക്ഷിയായിട്ട് കൈപിടിച്ചുകൊണ്ടോ? ഇല്ല താലി ചാർത്തിയൻ. ആദ്യ അനുരാഗമൊന്നുമല്ല, നോൺ പറയരുത്. അച്ഛൻ പറഞ്ഞോ? അത് എന്നോട് ഞാൻ പറയണോ? ചക്ക മടല് കണ്ടില്ലേ? ദേ ഇവിടൊക്കെ ചക്ക നിക്കുന്നുണ്ടോ? കുഞ്ഞു ചക്കകൾ നിക്കുന്നുണ്ടോ? ഇവിടൊക്കെ ആരും ചക്ക മുറിച്ചിട്ടേക്കുന്നത്? ട്രൈബൽസിന്റെ അവിടുന്ന്. ദിവ്യമ്മയുടെ സ്വന്തം ഏരിയയായി വന്നേ. അതെ അതെ, മാഡം മാഡം വീട്ടിൽ പോയി അമ്മയുടെ ചായയും കാപ്പിയൊക്കെ ഇട്ടൊക്കെ പഴക്കക്കരയാണ്. അല്ല ദിവ്യയുടെ മേടം ഇവിടെ അല്ലേ? ദിവ്യ മേഡത്തിന്റെ വീട് ഇവിടെ ഒന്നല്ലേ പറഞ്ഞേ? അപ്പുറമാണെന്നോ? കൈ പിടിച്ചിട്ടുണ്ട്, അഗ്നിസാക്ഷിയാണ്. കൈ പരസ്പരം കൊരുത്ത് പിടിച്ചിട്ട് ഇറങ്ങിക്കോട്ടോ. ആരെങ്കിലും അഗ്നിസാക്ഷിയായിട്ട് തലയടിക്കോ? തൽക്കാലത്തേക്ക് ആരെങ്കിലും കിട്ടിക്കോ. ഒരു മിനിറ്റ് കേട്ടോ, എന്റെ കണ്ണാടി ഊരിപ്പോ ഊരി മാറ്റി വെക്കട്ടെ. പിന്നെ ചൂട് നല്ല കാറ്റ് വരുന്നുണ്ട്. ഓ ഒരു മഴ നോക്കിക്കുന്നത് തേക്കാണോ ദിവ്യ മേഡം? ചീനിയോ? ചീനി മീൻസ് എന്താ അത്? ആ മരത്തിന്റെ പേരോ? ദൈവം, എന്തൊരു വലിയ മരം. വർഷങ്ങളായിട്ടുള്ള മരമായിരിക്കും. അതുകൊണ്ടോ എന്റെ കനം കണ്ടോ? ആ മരത്തിന്റെ വണ്ണം കണ്ടോ? ചീനി എന്നാണ് മരത്തിന്റെ പേര്. ദിവ്യ മേഡം, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചീനി എന്ന് പറഞ്ഞ മരച്ചീനിയാണ്. കണ്ടോ? ചീനിമരം. ആ
അതെ, ഞങ്ങളുടെ കൂടെയൊക്കെ ആകാം മീര. ആ ഫോട്ടോ എടുക്കുമ്പോ ഞങ്ങളുടെ കൂടെയൊക്കെ ആകാം. ആനകൾ അങ്ങനെ പറഞ്ഞാലോ? ആനകൾ ക്യാപ്ഷൻ കൊടുക്കാം. കഴുതകള് പുറകെ വന്നുണ്ട്, കഴുതകള് പുറകെ വന്നുണ്ടെന്ന്. അതും കൂടെ ക്യാപ്ഷൻ കൊടുത്തോ? ഇവിടെ കഴുതകൾ വരില്ല. വരും. നീ ഫോട്ടോ എടുത്തോ, അതറിഞ്ഞാ മതി ഞങ്ങക്ക്. ഇത് ശരിക്കും ആനകളൊക്കെ നിക്കണമല്ലേ? അതാണ് ഞങ്ങക്ക് വേണ്ടേ. ആനകള് കൈ പിടിച്ച് പോന്ന കണ്ടിട്ടുണ്ടോ നീ? അതെ, മംഗല്യം കഴിഞ്ഞ് പോന്ന കണ്ടിട്ടുണ്ടോ ആനകള? നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാത്തോടാ. മരത്തിന്റെ ചൂട്ടിൽ നിന്നിട്ട്. ആ വലിയ മരം എന്തിയാ? ശരിയാ, ഇതിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കാം. ഈ വഴിയൊന്നും ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ഈ പാലത്തേക്കൂടൊന്നും. അങ്ങനെ പോവാ. ഇറങ്ങട്ടെ, ഇറങ്ങട്ടെ. ചേട്ടാ ഇവിടെ നിൽക്കോ? ആ പിടിക്കണം. പിന്നെ അപ്പോ സ്വാമിയെ ഏതൊക്കെ വഴി കൂടി വന്നാവോ? നല്ല ശാന്തസുന്ദരമായ വെള്ളം ഒഴുകുന്ന അരുവി. ഈ പാറക്കല്ല ചോട്ട് നമ്മൾ അങ്ങോട്ട് പോകും. എന്റെ ഒരു കൈ തന്നു മതി. ആ, നമുക്ക് ധൈര്യമായിട്ട് വരാം. ആ അടിപൊളി. അയ്യോ, ഇവിടെ വഴിയില്ല ഏട്ടാ പോവാന്. ഇവിടെ അരുവിയാ. ഇല്ല, ഇവിടെ അരുവിയാ ഉള്ളേ. ഏത് കൊച്ചാ? ഒന്നുമില്ല. വഴുക്കലുണ്ട്. വീയല്ലേ പറഞ്ഞു ഒരു മിനിറ്റ് പോരാ, പേടിക്കണ്ട. നല്ല കല്ല എടുക്കാം. ആ വ്യക്തിയായി വെള്ളത്തിൽ എതുവഴി കയറണ്ട, അതുവഴി കയറണോ? അത് വന്നോളൂടാ, നീ ഇവിടെ നിൽക്കുക. നീ കല്ല നിന്ന് നമുക്ക് പെണ്ണലുണ്ടാവോ? നീ അങ്ങോട്ട് കയറിക്കോ. കടം കിട്ടുമോ? ഞാനേ കുമ്പത്തിട്ടല്ലേ ശരി. അവിടെ വെള്ളത്തില് ഇടയിൽ കൊടുത്തില്ലേ പെണ്ണലുണ്ട്.
ചൂട് ചളിയായോ? ചളിയായോ? ആ. ഈ വീട്ടിലൊന്നും ആളില്ലേ? അരുവി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പക്ഷെ ഇത് ഇങ്ങോട്ട് മുറിച്ച് കിടക്കുന്നത് ഒരു ടാസ്ക് തന്നെയാണിത്. ഈ ഉള്ളംകല്ലില് ചവിട്ടി ചവിട്ടി വേണം നമ്മളിപ്പുറത്ത് കിടക്കാനായിട്ട്. ഇവിടെ ട്രൈബൽസിന്റെ വീടുകൾ കാണാൻ വേണ്ടിട്ട് വന്നതാണ്. എല്ലാരും കേറിയാ? ഈ തടയണ പോലെ കെട്ടിയേക്കുന്ന എന്തിനാ? ഈ ട്രൈബൽസിന്റെ കുട്ടികളാ? ഇവിടെ ആഴമൊന്നും ഇല്ലല്ലേ? വഴുക്കലുണ്ടെന്നേ ഉള്ള ആഴം ഇല്ലല്ലേ? ആ ആ ആ ആ ആരാ നനഞ്ഞു? ഇവിടെ ആൾക്കാരൊന്നും താമസമില്ലേ? ആ ഓ ഹോ ഹോ. ഇവിടെ തൊഴിലുറപ്പ് പണിയൊക്കെ ഉണ്ടല്ലേ? ഓ ഒരു തൊഴിലുറപ്പ് ട്രൈബൽസ് അവരും. ഈ വീട്ടിൽ കയറുന്നുണ്ടോ നമ്മള്? താഴത്ത്. ഇവരൊക്കെ എത്ര വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്? എത്ര? 60? ഓ എത്ര വർഷമായിട്ടുണ്ടാവും ചേട്ടാ ഈ ട്രൈബൽസ് ഒക്കെ? ആ അതെ അല്ലേ? ആ ശരി. എത്ര ആയിട്ടുണ്ടാവും? 60-70 വർഷമൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ? ആ ശരി. എന്താണ് എല്ലാരൊക്കെ നനഞ്ഞു? ടീച്ചർ മാത്രമേ നനഞ്ഞുള്ളോ? ഞാൻ വെള്ളത്തിൽ വീണു. ഇത് വെള്ളത്തില് ഷൂ നനഞ്ഞു വീണല്ലേ? ഞാനൊന്ന് ട്രയൽ നടത്തിയതാണ്. തെന്നോന്ന് നല്ലോണം തെന്നി. ഞാൻ പറഞ്ഞു പ്രത്യേകം തെന്നുവേന്ന് പറഞ്ഞു. അതേ സന്ധ്യ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് കാല് കഴുകി ചൂടാകും. വേണ്ട വേണ്ട വേണ്ട. നീ എന്തായാലും പുഴയെ മുങ്ങാൻ പോന്നതല്ലേ? കാറ് ആദ്യം തന്നെ സ്ക്രബ് ഇട്ട് കഴുകണമെന്ന്. എന്നാലും തെന്നില്ലേ? അല്ലാത്ത കല്ലുണ്ടാവും. നമ്മൾ ചക്കയുണ്ട് ഇവിടെ അല്ലേ? നോക്കിയാ അതല്ലേ മറ്റേ ഇലക്ട്രിക് ഇത് കൊടുത്തിരിക്കുന്നേ കണ്ടില്ലേ? ആന കയറാതിരിക്കാന്. എത്ര മണിക്കാ? അപ്പൊ പിന്നെ ആരും ആ ഏരിയയിലോട്ട് പോയില്ല. ഓ ഓ പുറത്തേക്ക് പോകാനൊക്കെ. ഓ ശരി.
പോണം അല്ലേ? പെട്ടെന്ന് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആരോഗ്യ കേന്ദ്രമൊന്നുമില്ല. അവിടെ ഉള്ളു കൂട്ടുകാരുടെ സിറ്റിയിൽ വരണം. ഇതൊക്കെ ട്രൈബൽസിന്റെ വീടുകളാ? ഈ ട്രൈബൽസ് എത്ര കുടുംബം ഉണ്ടാവും ഇവിടെ? എത്ര കുടുംബം ഉണ്ടാവും എന്നറിയാം സാറേ ട്രൈബൽസ്? 94 കുടുംബം ഉണ്ട്. ആ ശരി. എല്ലാരും തൊഴിലുറപ്പ് പണിക്കൊക്കെ പോകുന്നുണ്ടോ? പണിക്ക് പോകുന്നവരുണ്ടാവും. ആ ഇപ്പൊ ദിവ്യനെ പോലെയുള്ള അല്ലേ? TTC പോയിട്ട് ദിവ്യ മാഡം. ഇവിടെ 94 കുടുംബങ്ങളാണ് ട്രൈബൽസ് ഉള്ളത്. വീടുകളൊക്കെ ആര് പണിത് കൊടുത്ത? ഗവൺമെന്റ് പണിത് കൊടുത്ത. മുളക്കമ്പ് വെച്ചിട്ട് ഇത്രയും ഇത് അവര് പണിതിട്ടുണ്ടോ? എങ്ങനെ 2 ബെഡ്റൂം ഉണ്ടോ? അങ്ങനൊന്നും പറയാനൊന്നും ഇല്ലല്ലേ? പറയുമ്പോ ഇതൊക്കെ പണിത് റെക്കോർഡിൽ വരുമ്പോ ഒറ്റമുറി, ഹാള്, അടുക്കള, ബാത്റൂം ഒക്കെ പണിത് കൊടുത്തു എന്ന് പറയും. നമ്മള് ട്രൈബൽസ് ആൾക്കാരെ കാണുമോ ഇപ്പൊ? ആ ആ ആ. ഈ മുള്ളുവേലി പോലെ ഇലക്ട്രിക്കിന്റെ കമ്പി കൊണ്ടുണ്ടായിരിക്കുന്ന വേലിയൊക്കെ ഒരു 6 മണി 6:30 സമയമാകുമ്പോഴേക്കും എല്ലാം ഓണാക്കും. പിന്നെ ഇതിൽ കൂടി എല്ലാം കറണ്ട് പാസ് ചെയ്തിട്ടുണ്ടാവും. ആനകൾ കയറാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇവർക്ക് ഈ ഒരു വഴി അല്ലാണ്ട് പോകാനായിട്ട് വേറെ ഒരു വഴി ഇട്ടിട്ടുണ്ട്. അതുവഴി ഇവരത് ആ സമയം കഴിഞ്ഞിട്ട് ഇവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ വേറെ ഒരു വഴി ഇട്ടിട്ടുണ്ടാവും. അതിൽ കൂടി മാത്രമാണ് ഇവർ പുറത്തേക്ക് പോവാ. അല്ല, ആനക്കൊക്കെ ഇതൊക്കെ വലിയ പ്രശ്നമാണ്. അതാ പറഞ്ഞേ. ഈ ഇലക്ട്രിക് ഷോക്കൊക്കെ അതിന് ഏക്കുവോ? പൊളിച്ചിട്ട് വരും. അടിക്കൂലല്ലോ. അവിടെ ഇരിക്കുന്നവരെ കണ്ടാലൊന്നും ട്രൈബൽസുകാരാണെന്നൊന്നും പറയത്തില്ലല്ലോ അല്ലേ? ആ, പുറത്തൊക്കെ പോയി പഠിച്ചൊക്കെ. സാറിന്റെ പേരെങ്ങനെയാ? അനീഷ്. ട്രൈബൽസിലെ ഉള്ളതാണോ? അപ്പൊ വീട് എവിടെയാ? ഇവിടെ എന്റെ കവളപ്പാറ പോണം. ശാന്തിഗ്രാമം. ആ ശരി. പേരെങ്ങനെ? അനീഷ്. ഇപ്പൊ എത്ര വർഷം ഇവിടെ ജോലിക്ക് കയറിയിട്ട്? 2 വർഷമായി. എന്തോരം പഠിച്ചായിരുന്നു? ഇവിടെ ഈ ജോലി കയറാനും PSC വഴി തന്നെ പറ്റുമല്ലോ? പിന്നെ ഈ ഏരിയയിലുള്ളവർക്ക് സ്പെഷ്യൽ എന്തെല്ലാം ഉണ്ടാവും അല്ലേ? മുൻഗണന ഉണ്ടാവും. അംഗനവാടിയൊക്കെ ഉണ്ടല്ലോ. പഠിച്ചു കൊടുക്കാം. ഇതൊക്കെ പേപ്പറൊക്കെ ഉണ്ടോ? താമസിക്കാം. പട്ടികവർഗ വികസന വകുപ്പ് അവരുടെ ഉടമസ്ഥതയിലായിരിക്കും വീടുകളെല്ലാം ഉണ്ടാവുന്നത് അല്ലേ? ഫോറസ്റ്റിന്റെ അവിടെ. പക്ഷെ അവർക്ക് താമസിക്കാം. വീടുകൾ കൊടുത്തിട്ടുണ്ടെന്നതേ ഉള്ളൂ, ഉടമസ്ഥാവകാശം ഇല്ല. ശരി. ഒന്നും ചെയ്യാൻ പറ്റില്ല.
അപ്പൊ ഈ കുടുംബങ്ങൾക്ക് എങ്ങനെയാ വീട് കിട്ടുന്നത്? എങ്ങനെയാ? സൈറ്റ് ഡി പി മുഖേന. ഏതാ? സൈറ്റ് ഡി പി വകുപ്പ്. സൈറ്റ് ഡി പി? ITDP. ആ ആ. എല്ലാ വീട്ടിലും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ? എല്ലാ വീട്ടിലും ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പട്ടികവർഗ വികസന പദ്ധതി ഭവന നിർമ്മാണം എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഇവർക്കില്ല, അത് ഗവൺമെന്റിന്റെ കയ്യിലാണ്. ഇതെന്തോ നാടിന് മൊത്തമുള്ള കുളമാണോ, കിണറാണോ? 5 കിണറാണ് മൊത്തം. ഓ, നാട്ടുകിണർ. പഞ്ചായത്ത് വകുപ്പ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ള കിണർ. ഇങ്ങനത്തെ 3 കിണറുണ്ട് ഇവിടെ. 4 കിണർ. ഈ 94 കുടുംബങ്ങൾക്കും കൂടി 4 കിണറുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഇവിടെ പൈപ്പ് സൗകര്യങ്ങളൊന്നും ആയിട്ടുണ്ടോ? ഞങ്ങളെയൊക്കെ അറിയുവോ? ഞങ്ങളൊക്കെ നിങ്ങളെയൊക്കെ കാണാൻ വേണ്ടി വന്നവരാ. തറാനൊക്കെ ഇവിടെ വളർത്തുന്നതാണോ? അത് ശരി. ആ, ഞങ്ങളൊക്കെ വരുവോടെ. നമ്മളിവരോട് സംസാരിക്കുമല്ലോ, അങ്ങനൊന്നും ഇല്ലായിരിക്കില്ല. സംസാരിക്കാം. ഇവരൊക്കെ പഠിക്കും. നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടോ സ്കൂളിൽ പോയിട്ട്? സ്കൂളിൽ പോകുന്നുണ്ടോ? ഇല്ലേ? എന്താ പോത്തെ? മടിയാ. പഠിക്കണ്ടേ? വലിയ ജോലി മേടിക്കണ്ടേ? ഇയാള് പോണുണ്ടോടാ കുഞ്ഞാപ്പി? അംഗനവാടി പോണ്ടോ? അംഗനവാടി പോണുണ്ടോ? ആ ശരി. തൊഴിലുറപ്പ് കഴിഞ്ഞ് എല്ലാരും വൈകുന്നേരം വീടുകളിലേക്ക് കയറി പോന്നു. ഇവർക്ക് എല്ലാവർക്കും ഗവൺമെന്റ് തൊഴിൽ കൊടുത്തിട്ടുണ്ടോ അല്ലേ? തൊഴിലുറപ്പ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ പിന്നെ കോഴി, താറാവ് അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഓക്കെ. അവർക്ക് അവര് മഞ്ഞൾ ഉണ്ടാക്കിയാലും കൂടി അവർക്ക് പൈസ. എങ്ങനെ? അവരെ പറമ്പിൽ അവര് സാധനം ഉണ്ടാക്കിയാലും കൂടി അവർക്ക് തൊഴിലുണ്ട്. തൊഴിലുറപ്പില്ലേ? ഓ, അതിനും തൊഴിലുറപ്പ് എടുത്തു വരാം. കപ്പ ഉണ്ടാക്കാം. ആ ശരി. അത് നല്ല കാര്യമാണല്ലോ. അവർക്ക് ആ സാധനവും കിട്ടും, തൊഴിലും കിട്ടും. അതിന് കൂലിയും കിട്ടും. അത് നല്ല കാര്യം അല്ലേ? കൂലി പക്ഷെ കുറവായിരിക്കും. എടാ, തൊഴിലുറപ്പിന്റെ കൂലി കിട്ടും. 340. അത് നല്ല കാര്യമല്ലേ? അതിന് അവർക്ക് മഞ്ഞൾ ഉണ്ടാക്കാം, ഇഞ്ചി ഉണ്ടാക്കാം, ചേന, ചേമ്പ്, കപ്പൊക്കെ അത് അവർക്ക് തന്നെ എടുക്കുകയും ചെയ്യാം. നിങ്ങളുടെ സ്കൂൾ അടുത്താണ്? സ്കൂൾ എവിടെയാ? സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറൊക്കെയാണ്. ടീച്ചറാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. വെക്കേഷൻ അല്ലേ? ഇപ്പൊ വെക്കേഷൻ ആയിട്ട് പിള്ളേര് കളിക്കുന്നതാണ് അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക ഇല്ലേ? നിങ്ങൾ അവധിയായിട്ട്, സ്കൂൾ അവധിയായിട്ട് കളിക്കുമല്ലേ? ആ, അതാണ്. അംഗനവാടിയിലാണ്, സ്കൂളിലായിട്ടില്ല. എന്ത് പറഞ്ഞ ഇപ്പൊ? എന്ത് ഭാഷ? മുണ്ടാടേന്ന് അങ്ങനെ തോട്ട്. എന്ത് പറഞ്ഞ ഇപ്പൊ? എന്തിപ്പോ പറഞ്ഞേ? എന്ത് പറഞ്ഞേ? നിങ്ങളുടെ ഭാഷയിലാണോ പറഞ്ഞേ? ഞങ്ങള് പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മള് പറയുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങള് പറയുന്നത് നിങ്ങക്ക് അറിയാവോ? മോന്റെ പേരെന്താ? പേരെന്താ? പേര് നേരെ നോക്കി പറ. എന്താ പറഞ്ഞേ?
ശിവകാർത്തികേയൻ നല്ല പേരാണല്ലോ. അതിനാണ് ഇത്ര മടി നാണം കുണുങ്ങി പറയണേ. നല്ല അടിപൊളി പേരാണല്ലോ. അവനൊറ്റയ്ക്ക് പെട്ട് നമ്മുടെ കുട്ടത്തിലാണ് തൊഴിലുറപ്പ് കഴിഞ്ഞു വന്നിരിക്കുന്നത്. തൊഴിലുറപ്പ് കഴിഞ്ഞിട്ട് പോകുന്നു. കൊറേ മടിയൊക്കെ ഉണ്ട്. ഇനി ഇനിയാണ് തൊഴിലുറപ്പ് കഴിഞ്ഞ് പോവാന്ന്. ദിവസം ജിമ്മിൽ പോകുന്നതിന്റെ ഒരു ഗുണം കിട്ടിയില്ല. സത്യം പറഞ്ഞാ അതുകൊണ്ടായി നടക്കണം. അതെ, ചാടി കയറാനും പിടിക്കാനും. പിന്നെ അതിന് ഒരു ഇത് വന്നതുകൊണ്ട് പിള്ളേരൊക്കെ കൊണ്ട് കാണിച്ചു കൊടുക്കണം. അല്ല അതിങ്ങനെ നടക്കണേന്ന്. നമ്മുടെ വണ്ടി ആയാലും നമുക്ക് ഈ പാലം കണ്ട് നമ്മൾ അപ്പൊ അതില് കുളിക്കാൻ വേറെ സ്ഥലം തരും. അവര് വേറെ സ്ഥലം തരും. ആ ചേട്ടൻ എന്തെങ്കിലും കൊടുക്കുമല്ലേ വെച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ തുടങ്ങിയ സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാ ഇവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്, ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. എല്ലാ ദിവസവും കളിക്കാൻ വരുമോ ഇവിടെ? എല്ലാ ദിവസവും വരുമോ? അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ ആ ചേട്ടന്റെ പേരെന്തായിരുന്നു? അഹമ്മദ്.